ഈസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോസ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോസിന്റെ മുന്നേ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെടുത്ത് കാണാം. +1 അക്കൗണ്ടൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ, +1 അക്കൗണ്ടൻസിന്റെ 2ാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, സ്വാഗതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട്. മുന്നേയുള്ള 2 ക്ലാസ്സുകളായിട്ട് മാത്രമേ മുന്നേ ഉള്ളൂ. ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ എടുത്ത് വെച്ച് കാണാം. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ 2ാമത്തെ ചാപ്റ്റർ, കേരള സിലബസ് NCERTയിലെ 2ാമത്തെ ചാപ്റ്റർ, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് പേര് ഡിനോട്ട് ചെയ്യുന്നത് പോലെ അക്കൗണ്ടിങ്ങിന്റെ തിയറി ബേസ് ആണ്. ഇത് നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടിങ്ങിലെ കുറച്ച് അസംഷൻസും പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ്സും ഒക്കെയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അക്കൗണ്ടിങ് അസംഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസും ഒക്കെയാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് ഒരു പ്രൊസീജിയറാണ്. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ക്ലാസ് പറഞ്ഞു, ഇതൊരു പ്രൊസീജിയറാണ്. നമ്മൾ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ്, ബിസിനസ് ഓർഗനൈസേഷന്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, പ്രോഫിറ്റ് മാത്രമല്ല, റിസൾട്ട് മാത്രമല്ല, കുറേ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശം വെച്ചതുകൊണ്ടാണ് നമ്മൾ ഒരു വലിയ പ്രോസസ്സാണ്, കുറെ ആക്ടിവിറ്റീസ് കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പ്രോസസ്സുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പാലിച്ചിരിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട്. നമ്മൾ മനസ്സിൽ കരുതിയിരിക്കേണ്ട, നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കേണ്ട കുറച്ച് അസംഷൻസ്. ഓക്കെ, ഇതിലെല്ലാം നമ്മൾ കീപ്പ് ചെയ്തിരിക്കേണ്ട മിനിമം സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ചില പ്രത്യേക പ്രൊസീജിയേഴ്സ്, ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ വണ്ടികളെ കുറിച്ച് മാത്രമേ പഠിക്കുള്ളൂ. വണ്ടിയുടെ കാര്യങ്ങളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിക്കുള്ളൂ. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെ ഒരു വാഹനം ഓടിക്കണമെന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്, ആ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പാലിച്ചിരിക്കേണ്ട ആ വാഹനവുമായി ഒരു വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്. ആ വാഹനം ആ സമയം പോകുന്നത് ടൗണിലൂടെയാണെങ്കിൽ നമ്മൾ വേറെ കുറെ നിയമങ്ങൾ പാലിക്കണം, അവിടുത്തെ കുറെ നിയമങ്ങൾ പാലിക്കണം. ഓരോ ടൗണിലും വ്യത്യസ്തമായിട്ട് ചില ട്രാഫിക് പരിഷ്കാരങ്ങളൊക്കെ ഉണ്ട്, ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതൊക്കെ പാലിക്കണം. അതുപോലെയുള്ളതാണ് ആക്ച്വലി. അപ്പോൾ അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ട നിയമങ്ങളും അസംഷൻസും ഒക്കെയാണ്, പ്രൊസീജിയേഴ്സും ഒക്കെയാണ് ഈ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കുക, നമുക്കത് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ നോക്കുക. ആദ്യത്തെ പ്രിൻസിപ്പിൾ, ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് ഓർ അക്കൗണ്ടിങ് എന്റിറ്റി കൺസെപ്റ്റ്. അക്കൗണ്ടിങ് എന്റിറ്റി കൺസെപ്റ്റ്. ഓക്കെ, അക്കൗണ്ടിങ് എന്റിറ്റി കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ കേൾക്കുക, മനസ്സിലാക്കുക. അക്കൗണ്ടിങ് എന്റിറ്റി കൺസെപ്റ്റ് ഇതാണ് പറയുന്നത്, അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട്സ് ചെയ്യുന്ന ആൾ മനസ്സിൽ വിചാരിക്കേണ്ടത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയറുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, നമ്മൾ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് ഈ ഒരു ധാരണയോട് കൂടിയാണ്. ആ ധാരണ എന്താണെന്ന് വെച്ചാൽ ഓണർ ബിസിനസ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരാളാണ്. ഓണർ എന്ന് പറയുന്നത് മറ്റൊരു എന്റിറ്റിയും ബിസിനസ് എന്ന് പറയുന്നത് മറ്റൊരു എന്റിറ്റിയുമാണ്. ഓണറും ബിസിനസ്സും തമ്മിൽ ബന്ധമില്ല. ഓണറിന്റെ ആക്ടിവിറ്റീസും ബിസിനസ് ആക്ടിവിറ്റിയും തമ്മിൽ ക്ലബ് ചെയ്യാൻ പാടില്ല. സോ ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് എക്സ്പ്ലെയിൻസ് the owner of the business and the business are some separate legal entities. ബിസിനസ്സും ഓണറും രണ്ടാണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി വേണം അക്കൗണ്ട് ചെയ്യാൻ. ഓക്കെ, അതാണ് ബിസിനസ് അക്കൗണ്ടിങ് എന്റിറ്റി കൺസെപ്റ്റ്. Owner is entirely different phenomena from its own business.
ഓണറെ ഒന്ന് മാറ്റി നിർത്തി, ഓണറുടെ വ്യക്തിപരമായ കാര്യങ്ങളെ മാറ്റി നിർത്തി, ഓണറുടെ റവന്യൂവിനെ മാറ്റി നിർത്തി, ഓണറുടെ എക്സ്പെൻസിനെ മാറ്റി നിർത്തി, ഓണറിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റൊരു സംവിധാനമാണ് ഈ ബിസിനസ് എന്നുള്ള രീതിയിൽ വേണം അക്കൗണ്ടിംഗുമായി മുന്നോട്ട് പോകാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അക്കൗണ്ടിംഗ് എന്റിറ്റി കൺസെപ്റ്റ്. ഓണർ ആൻഡ് ബിസിനസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഓണർ ആൻഡ് ഇറ്റ്സ് ബിസിനസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഓണർ മറ്റൊരാളാണ്. അതുകൊണ്ട് തന്നെ ഓണറിൽ നിന്ന് വാങ്ങിയാലും ഓണർ കൊണ്ടുപോയാലും ഒക്കെ കറക്റ്റ് ആയിട്ട് കണക്കാണ്. ഓണറിൽ നിന്ന് വാങ്ങുന്നതിനും ഓണർ കൊണ്ടുപോകുന്നതിനും ഒക്കെ നമ്മുടെ കണക്കുണ്ട്. ഓക്കെ, അതാണ് ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ്. ആ രീതിയിൽ കണക്ക് എഴുതിയാൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് 100% കറക്റ്റ് ആയിട്ട് വരുള്ളൂ. സിമ്പിൾ ആണ്. ഓണർക്ക് ധാരാളം പണം വരുന്ന ഒരു ഓണറാണ്. അയാൾക്ക് വരുന്ന പണം മുഴുവൻ നമ്മുടെ ബിസിനസ്സിൽ എഴുതി വെച്ചാൽ നമ്മുടെ ബിസിനസ് എപ്പോഴും ലാഭമായിരിക്കും. ആക്ച്വലി അത് ബിസിനസിന്റെ ലാഭമല്ല, അത് ഓണർക്ക് മറ്റേതോ അവസ്ഥയിൽ നിന്നുണ്ടായ ലാഭമാണ്. ഓക്കെ, അല്ലെങ്കിൽ ബിസിനസിന്റെ എക്സ്പെൻസിൽ നിന്ന് ഓണർ കൊണ്ടുപോയ പൈസ നമ്മൾ കൂട്ടിയില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഓണർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൈസ എടുക്കേണ്ട ആവശ്യം കൊണ്ടുപോകും. നമ്മുടെ ബിസിനസ്സിൽ അത് എഴുതിക്കും. ബിസിനസ് എപ്പോഴും ലോസിലാണ്. കാരണം നമ്മുടെ അല്ല പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല, ഓണർ കൊണ്ടുപോയതാണ്, വേറെ എന്തോ പ്രശ്നമുണ്ടാകും. അപ്പൊ ഇതിനെല്ലാം യഥാർത്ഥത്തിൽ കണക്ക് വേണമെന്നും ഓണറും ബിസിനസ്സും രണ്ടാണെന്നും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കൺസെപ്റ്റ് ആണ് അക്കൗണ്ടിംഗ് എന്റിറ്റി കൺസെപ്റ്റ്. സിംപിളി ഒരു കീവേഡ് ആയിട്ട് പറഞ്ഞാല് ഓണർ ആൻഡ് ഇറ്റ്സ് ബിസിനസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഓണർ ആൻഡ് ഇറ്റ്സ് ബിസിനസ് എൻറ്റയർലി ഡിഫറെന്റ്. അതാണ് ഇതിന്റെ ഒരു കീവേഡ്. ഓണർ ആൻഡ് ബിസിനസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ, എ ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. Business is a separate legal entity. Business has its own assets, its own liabilities, its own obligations, and its own revenue. When the profit arises, there comes the existence of owner. എപ്പോഴാണോ ലാഭം ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് ഓണറെ കണ്ടുപിടിച്ചിട്ട് ലാഭം കൊടുക്കാം. അതുവരെ ഓണറെ സെപ്പറേറ്റ്, ഓണറെ മാറ്റി നിർത്തും. അതുകൊണ്ട് ഓണറിൽ നിന്ന് വാങ്ങുന്നതിന് നമ്മൾ പലിശയൊക്കെ കൊടുക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയും. ഓണറിൽ നിന്ന് വാങ്ങിയാൽ അന്യനായ ഒരാളിൽ നിന്ന് വാങ്ങിയതുപോലെ നമ്മൾ ക്യാപിറ്റൽ കൊടുക്കും, പലിശ കൊടുക്കും. ഓണർ നമ്മുടെ പൈസ കൊണ്ടുപോയാൽ വേറൊരാൾ കടമായി കൊണ്ടുപോയതുപോലെ നമ്മൾ പലിശയൊക്കെ പിടിച്ചു വാങ്ങും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നൊക്കെ പറയും. ഓക്കെ, സോ അക്കൗണ്ടിംഗ് എന്റിറ്റി കൺസെപ്റ്റ് ആണ് ഫസ്റ്റത്തെ കൺസെപ്റ്റ്. അടുത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇങ്ങനെ വിചാരിക്കണം. അക്കൗണ്ടിംഗ് എന്റിറ്റിയിൽ ഇതാണ്. അക്കൗണ്ടിംഗ് അങ്ങനെ വിചാരിക്കാതെ കണക്ക് ചെയ്താൽ ശരിയാവില്ല. അക്കൗണ്ടിംഗ് എന്റിറ്റി ഓണർ നമ്മളാന്ന് വിചാരിച്ചേ നമ്മളാളല്ലേ എന്ത് കണക്ക് എന്ന് വിചാരിച്ചാൽ നമുക്ക് ബിസിനസിന്റെ യഥാർത്ഥത്തിലുള്ള ലാഭനഷ്ടങ്ങൾ കിട്ടില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിച്ചേക്കാം. ഓണർ വരുമ്പോൾ ചീത്ത പറയാനൊന്നും പോകരുത്. സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റിയാണ്, ഞങ്ങൾക്ക് ലാഭം ഉണ്ടായിട്ട് വിളിക്കാൻ നിങ്ങൾ മാറിക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിലാണ് ചെയ്യണമെന്നാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പേരിൽ തന്നെ ഉണ്ട് ഗോയിങ് കൺസേൺ. ബിസിനസ് എന്ന് പറയുന്നത് വളരെ നീണ്ട കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പെട്ടെന്നൊരു അവസാനം അതിനില്ല. നാളെ നിർത്തി കൂട്ടിയിട്ട് പോകാനുള്ള ഒന്നല്ല ബിസിനസ്. ഓക്കെ, സർട്ടൻലി ഒരു സർട്ടൻ പീരീഡിലേക്ക് അത് മൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഓക്കെ, ഒരു പെട്ടെന്ന് ഡെഫിനിറ്റ് എൻഡ് വരില്ല. ബിസിനസ് വിൽ നോട്ട് ബി എ ഡെഫിനിറ്റ് എൻഡ് വെരി സൂൺ. പെട്ടെന്ന് തന്നെ ഒരു സൂണായിട്ട് എൻഡ് ആവുന്ന ഒരു സാധനമല്ല ബിസിനസ്. ബിസിനസ് നാളെയും മറ്റന്നാളും അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷമൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ വേണം ബിസിനസ് ചെയ്യാൻ, അക്കൗണ്ടിങ് ചെയ്യാൻ എന്ന് പറയുന്നതായി ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ കടം കൊടുക്കുന്നത്. ഉത്സവ സ്ഥലത്ത് ഒരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു, ഉത്സവം നടക്കുന്ന ഒരു സ്ഥലം, ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ പോയിട്ട് കടമായിട്ട് സാധനം വേണമെന്ന് അവർ തരില്ല. കാരണം അവർക്ക് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇല്ല. അവർ നാളെ ഇത് കൂട്ടി പോകുന്നവരാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു ഹോട്ടലിൽ നിങ്ങൾ ഒരു നേരത്തെ ഒരു പെട്ടെന്ന് ഒരു ഭക്ഷണം കഴിച്ചു, നാളെ തരാമെന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങളെ പറ്റുമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം എന്താ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. നിങ്ങൾ അവരുടെ ഡെറ്റർ ആയിട്ട് മാറാണ്, പൈസ കൊടുക്കാനുള്ള ആളായി മാറാണ്. നാളെ നിങ്ങൾ ബിസിനസിന് വേണ്ടി അവിടെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവസാനം സാധനങ്ങൾ ബാക്കിയാവില്ലേ, സ്റ്റോക്ക്. നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്കിനെ അസറ്റ് ആയിട്ട് കാണും. ഓക്കെ, നാളെ കടയില്ലെങ്കിൽ ഇന്ന് ബാക്കിയാവുന്ന സാധനങ്ങളൊക്കെ നഷ്ടമല്ലേ, പക്ഷെ സ്റ്റോക്ക് അസറ്റ് ആണ്. കാരണം നാളെയും കടയുണ്ട്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ബിസിനസ് ഒരു നീണ്ട കാലയളവിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ എക്സ്ട്രീംലി ലോങ് സർട്ടൻ ലോങ് പീരീഡ്. ഓക്കെ, ഒന്ന് ലോകാവസാനം വരെയല്ല, ഒരു ലോങ് പീരീഡ്. 20 കൊല്ലം കഴിഞ്ഞാൽ മതി, തന്നാൽ മതി, നമുക്ക് കടമൊന്നും പോകില്ല. മനസ്സിലായോ? ഒരു ലോങ് പീരീഡിലേക്ക് കൊടുക്കും. ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് എന്നാണ് ഇതിന്റെ കീവേഡ്. ഇതിന്റെ കീവേഡ് ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് ടൈം. എഴുതി വെച്ചോ, കീവേഡ് ഓരോന്നിന്റെ അടുത്ത് എഴുതി വെക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് വേണ്ടത്.
keyword എഴുതി വെക്കാം. Business will continue for a long period. It assumes the business will continue for a long period. അതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഓക്കെ. അക്കൗണ്ടിങ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റികളെയും നമുക്ക് പണത്തിലേക്ക് മാറ്റി എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. പണത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഓക്കെ. Every activities taken place in an organization can be expressed in terms of money. Can be expressed in terms of money. In other words, nothing will return in the books of account other than in terms of money. Okay. പണത്തിലേക്ക് മാറ്റാൻ കഴിയാത്ത ഒന്നിനെയും, ഇത്ര രൂപ എന്ന് മാറ്റി പറയാൻ പറ്റാത്ത ഒന്നിനെയും നമ്മൾ എന്തിൽ എഴുതില്ല? അക്കൗണ്ടിങ്ങിലെ പുസ്തകങ്ങളിൽ എഴുതില്ല. എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും പണത്തിലേക്ക് മാറ്റി എഴുതാൻ കഴിയും എന്ന കൺസെപ്റ്റാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഓക്കെ. ഉദാഹരണത്തിന് ഇതിലെ പ്രശ്നമൊന്നുമില്ല. ഉദാഹരണത്തിന് നമുക്ക് 25 രൂപ വിലയുള്ള ഒരാൾ 25 രൂപ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് തന്നാൽ നമ്മൾ എഴുതാനുള്ള സോഴ്സ് ഉണ്ട്. കാരണം 25 രൂപയിലേക്കാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു അന്താരാഷ്ട്ര പുരസ്കാരം ഇത് കിട്ടിയാൽ ലോകത്തിൽ തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളും പ്രൊഡക്റ്റുകളും ഒക്കെ വിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കി തരുന്ന വലിയൊരു അവാർഡ് നമുക്ക് കിട്ടി. ആ അവാർഡിന്റെ കൂടെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ആ അവാർഡിന്റെ കൂടെ ഇങ്ങനെയൊരു സാധനമാണ് നമുക്ക് കിട്ടി. നമുക്കത് രേഖപ്പെടുത്താൻ കഴിയില്ല. 25 രൂപയുടെ 1 കോടി മടങ്ങ് വാല്യൂ ഉള്ള ഒരു സാധനം നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്നില്ല. പക്ഷെ 25 രൂപ നമുക്ക് രേഖപ്പെടുത്താം. മണി മെഷർമെന്റ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് കണ്ടെയ്ൻസ് റെക്കോർഡ്സ് ഓൺലി in terms of money. Everything happening in an organization in a financial period which can be expressed in terms of money, that is called money measurement concept. Money measurement concept വിചാരിക്കുന്നത് ഒന്നും നടക്കില്ല. എല്ലാ കാര്യങ്ങളും പണത്തിൽ എഴുതാൻ കഴിയും. പണത്തിലേക്ക് മാറ്റി എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ബിസിനസ്സിൽ എഴുതൂ എന്നതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. കീവേഡ് എഴുതിക്കൊള്ളാം. Everything happening in an organization expressed in terms of money. Expressed in terms of money. Expressed in terms of money. Okay. അടുത്തത് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. നമുക്കറിയാം ബിസിനസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. വളരെ തുടങ്ങുന്ന ഒരു ദിവസം മുതൽ അതിങ്ങനെ ട്രാൻസാക്ഷൻസ്, ഇന്നലെ കുറെ സാധനങ്ങൾ വരുന്നു, പോകുന്നു, വിൽക്കുന്നു, കുറെ പൈസ കിട്ടുന്നു, കുറെ പൈസ കൊടുക്കാനുണ്ട്, അങ്ങനെ പറഞ്ഞ സൈക്കിളായിട്ട് അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേ നിൽക്കുക. ഓക്കെ. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് പറയുന്നത് അങ്ങനെയാണ്. ഇത് എന്നെങ്കിലും ഒന്ന് അവസാനിച്ചതിന്റെ ശേഷം ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ബിസിനസ് പൂട്ടി എന്നതിന് ശേഷം ഈ ലാഭനഷ്ടം കണ്ടുപിടിച്ചാൽ മതി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബിസിനസിന്റെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ ലൈഫിനെ നമ്മളിങ്ങനെ ഇമാജിനറി പീരീഡ്സ് ആയിട്ട് ഓരോ വർഷം കഴിയുന്നതോറും നമ്മളിങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ. The total lifespan of business divided into imaginary periods in order to understand, in order to measure the performances of the business. കഴിഞ്ഞ വർഷത്തെ ബിസിനസ്സിൽ ലാഭം എത്ര, ഈ വർഷത്തെ ബിസിനസ് ഇന്ന് നാളെ തുടങ്ങുന്നു എന്ന് നമ്മൾ തീരുമാനിക്കും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തെ ബിസിനസ് നമുക്ക് ബിസിനസ്സും ഇല്ല, ഈ വർഷത്തെ ബിസിനസ് നമുക്ക് വേറെ ബിസിനസ്സും ഇല്ല, ഒരേ ബിസിനസ് തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇതിന്റെ ലാഭനഷ്ടങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി ആർ ഡിവൈഡഡ് ദ ടോട്ടൽ ലൈഫ് ഓഫ് ദ ബിസിനസ് ഇൻടു ഇമാജിനറി പീരീഡ്സ്. ദാറ്റ് ഈസ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്. ഓക്കെ. നമ്മൾ ബർത്ത്ഡേ വരുന്നില്ലേ, ബർത്ത്ഡേയുടെ തലേ ദിവസം നമുക്ക് 17 വയസ്സാണ്, ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം നമുക്ക് 18 വയസ്സാണ്. ഈ രാത്രിയാണോ നമുക്ക് ഒറ്റ ദിവസം മനസ്സിലായത്. അതൊരു ഇമാജിനറി പീരീഡ് ആണ്. ഒരാൾ ജനിക്കുന്നത് വെച്ച് ഒരു 365 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓരോ ഇമാജിനറി പീരീഡ്സ് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ പറയും 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്. ഓക്കെ. അതുപോലെയാണ് ഒരു വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസിനെ നമ്മൾ കട്ട് ചെയ്യാൻ ഓരോ വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ, 3 മാസം കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അതൊരു പീരീഡ് ആണെന്ന് നമ്മൾ വിചാരിച്ച്
നമ്മൾ അതിന്റെ ലാഭവും നഷ്ടവും ഒക്കെ കഴിഞ്ഞ വർഷം ലാഭമാണ് യഥാർത്ഥത്തിൽ ഈ വർഷം നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, മനസ്സിലായോ? ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഇനി ഓക്കെ, ഇതിൽ നിങ്ങൾ കീവേഡ് എഴുതാം. എന്താ കീവേഡ് എഴുതേണ്ടത്? ലൈഫ് ഡിവൈഡഡ് ഇൻടു ഇമാജിനറി പീരീഡ്സ്. ലൈഫ് ഓഫ് ദ ബിസിനസ് ഡിവൈഡഡ് ഇൻടു ഇമാജിനറി പീരീഡ്സ്. അതാണ് കീവേഡ്. ലൈഫ് ഓഫ് ദ ബിസിനസ് ഡിവൈഡഡ് ഇൻടു ഇമാജിനറി പീരീഡ്സ്. ദാറ്റ് ഈസ് കീവേഡ്. ഓക്കെ, അടുത്ത പ്രിൻസിപ്പിൾ നിങ്ങൾ എഴുതുന്നു. അടുത്ത പ്രിൻസിപ്പിളിന്റെ പേര് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. എന്താണ് അടുത്തതിന്റെ പേര്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പേരിൽ തന്നെ ഹിസ്റ്ററിയുമായി റിലേറ്റഡ് ആണ്. ഓക്കെ, ഇതിലൊക്കെ പേരിൽ തന്നെ നിങ്ങൾക്കുണ്ട് എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത് അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അക്കൗണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടുകൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് അക്കൗണ്ടിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ അസറ്റിന്റെ വില എഴുതേണ്ടത് ഇന്നത്തെ വിലയ്ക്കല്ല, അത് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന വിലയ്ക്കാണ്. എന്നാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ലാഭനഷ്ടങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അസറ്റ്സ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ വാല്യൂ, നോട്ട് ഇൻ ഇറ്റ്സ് പ്രസന്റ് വാല്യൂ. Assets are recorded in the books of account. The assets are recorded in the books of account in its historical value, not in its present value. കാരണം ഇതാണ്. നിങ്ങളൊന്ന് വിചാരിക്കുക, ഒരു കട നിങ്ങൾ ടൗണിന്റെ നടുക്ക് നിങ്ങൾ നടത്തുന്നുണ്ട്. ആ ഭൂമിയുടെ വില ഓരോ വർഷവും കൂടുന്നുണ്ട്. ആ ഭൂമിയുടെ വില കൂടുന്നതും കൂടി നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനമാണെന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾ എത്ര മോശമായിട്ട് ബിസിനസ് നടത്തിയാലും നിങ്ങൾക്ക് ലാഭമായിരിക്കും. നിങ്ങളൊരു പെട്ടിക്കട നടത്തിയാലും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാവും. കാരണം പെട്ടിക്കട നിൽക്കുന്ന ഈ 2 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലത്തിന് ഓരോ വർഷവും ഒരു 50 ലക്ഷം വെച്ചിട്ട് വില കൂടിക്കൊണ്ടിരിക്കും അല്ലെ? ഓരോ വർഷവും 5 ലക്ഷം വെച്ച് വില കൂടിക്കൊണ്ടിരിക്കും. ഈ വില കൂടുന്ന 5 ലക്ഷം കൂടി ഞാൻ വില കൂടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിച്ചാൽ നിന്നാൽ നിങ്ങളുടെ ബിസിനസ് എപ്പോഴും ലാഭത്തിലായിരിക്കും. ബിസിനസ്സിലൂടെ നിങ്ങൾ എന്ത് ലാഭം ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. അങ്ങനെ ബിസിനസിന്റെ യഥാർത്ഥത്തിലുള്ള ലാഭനഷ്ടങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അസറ്റുകളുടെ വില എഴുതേണ്ടത് നിങ്ങൾ വാങ്ങിയപ്പോൾ ചിലപ്പോൾ ഇപ്പൊ കൂടി എവിടെയോ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയതല്ലോ, തന്നെ കൂടിപ്പോയതല്ലേ. ഓക്കെ, അതിന്റെ വില എഴുതേണ്ടത് വാങ്ങിയ വിലയിലാണ്, ഇന്നത്തെ വിലയിലല്ല എന്ന് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, അടുത്തത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അല്ലെ? ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്നും തന്നെയാണ്. അതൊരു കാഴ്ചപ്പാടാണ്. നമ്മൾ അങ്ങനെ വിചാരിച്ചാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ആ ഒരു ഫോളോ ചെയ്താലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഡ്യുവൽ ആസ്പെക്ട് 2 ഉണ്ട്. അതാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിലെ പ്രിൻസിപ്പിളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിലെ പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഓക്കെ, എന്താണെന്ന് ശ്രദ്ധിക്കുക. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ബിസിനസ്സിൽ എന്ത് ആക്ടിവിറ്റി നടന്നാലും അതിലൊരു റിസീവിങ്ങും അതിലൊരു ഗിവിങ്ങും ഉണ്ട്. എന്ത് ആക്ടിവിറ്റി നടന്നാലും എന്തെങ്കിലും പോയിട്ടും എന്തെങ്കിലും വന്നിട്ടും ഉണ്ടാവും. എന്തെങ്കിലും പോയിട്ടല്ലാതെ ബിസിനസ്സിലേക്ക് ഒന്നും വരില്ല. എന്തെങ്കിലും എന്തെങ്കിലും വരാനല്ലാതെ ബിസിനസ്സിൽ നിന്ന് ഒന്നും പോവില്ല. അതായത് ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പോയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് ബിസിനസ്സിലേക്ക് ലാൻഡ് വന്നു, പൈസ പോയിട്ടുണ്ടാവും. പൈസ കൊടുത്തിട്ടാണ് ലാൻഡ് വാങ്ങുന്നത്. ബിസിനസ്സിലേക്ക് സാധനങ്ങൾ വാങ്ങി, സാധനങ്ങൾ വരുമ്പോൾ കയ്യിലെ പൈസ പോയിട്ടുണ്ടാവും. ബിസിനസ്സിലൊരു വിൽപ്പന നടന്നു. വിൽപ്പന നടന്നപ്പോൾ കുറെ സാധനങ്ങൾ നമ്മൾ ഒരാൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അയാളോട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ തുക വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ആ പ്രിൻസിപ്പിളാണ്. അങ്ങനെ അല്ലാത്ത ഒന്നും പൈസ വീണ് കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം ബിസിനസ്സിന് സംഭവിക്കില്ല. അത് മാത്രമേ ഉള്ളൂ. ഒന്നും പോവാതെ എന്തെങ്കിലും കിട്ടുന്ന ഒരു സാധനം ഈ ക്യാഷ് വീണ് കിട്ടുന്നതാണ്. ഓക്കെ, അല്ലാതെ എല്ലാ ട്രാൻസാക്ഷൻസും, എല്ലാ ട്രാൻസാക്ഷനെയും, എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും, ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും 2 കഷ്ണങ്ങൾ യോജിപ്പിച്ചതാണ്. ഈ 2 കഷ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നഷ്ടപ്പെടലിന്റെ കഷ്ണവും ഒന്ന് ലഭിക്കലിന്റെ കഷ്ണവുമാണ്. ഒന്ന് റിസീവിംഗിന്റെ കഷ്ണവും ഒന്ന് ഗിവിംഗിന്റെ കഷ്ണവുമാണ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. അങ്ങനെ അല്ലാത്തതൊന്നും ബിസിനസ് ഉണ്ടാവില്ല.
എന്തെങ്കിലും ഒന്ന് പോവാതെ എന്തെങ്കിലും ഒന്ന് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ല. ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളെയും നമുക്കിത് നമ്മൾ തുറന്നു എല്ലാ കാര്യമായിട്ട് പഠിക്കുന്നതാണ്. ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളെയും നമുക്ക് രണ്ട് കഷ്ണങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് റിസീവിങ്ങിന്റെ കൺസെപ്റ്റും ഒന്ന് ഗിവിങ്ങിന്റെ കൺസെപ്റ്റുമാണ്. അത് റിസീവിങ്ങിനെ നമ്മൾ ഡെബിറ്റ് എന്നും ഗിവിങ്ങിനെ നമ്മൾ ക്രെഡിറ്റ് എന്നും പറയും. നമ്മൾ പ്രധാനപ്പെട്ട പഠനത്തിലെ എല്ലാ സ്ഥലത്തും റിസീവിങ്ങും ഗിവിങ്ങും ഓക്കെ. അപ്പൊ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിള് നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ അക്കൗണ്ടൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. ഓക്കെ, ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മുടെ അക്കൗണ്ടിങ് തന്നെ നിലനിൽക്കുന്നത്. നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിങ് തന്നെ നിലനിൽക്കുന്നത് ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ്. ഈ പ്രിൻസിപ്പിളിന്റെ പേര് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. Dual aspect principle explains each and every financial transaction contains two elements: a receiving element and a giving element, a debit and a credit, a positive and a negative. ലോൺ എടുക്കുന്നു, ക്യാഷ് വന്നു, ഓക്കെ. പക്ഷേ നമ്മളൊരു ബാധ്യത, നെഗറ്റീവ് ആയിട്ടുള്ള ഈ ബാധ്യത എടുത്ത് തലയിലേക്കുന്നുണ്ട്. അതാണ് അതിന്റെ നെഗറ്റീവ്. ക്യാഷ് ആണ് അതിന്റെ പോസിറ്റീവ്. അങ്ങനെ എന്തെങ്കിലും ഗിവിംഗ് ഇല്ലാതെ ഒന്നും റിസീവ് ചെയ്യില്ല എന്നുള്ളതും, എന്തെങ്കിലും റിസീവിംഗ് ഇല്ലാതെ നമ്മൾ ഒന്നും ഗിവ് ചെയ്യില്ല എന്നുള്ളതുമാണ്. അതെ, ഒന്ന് റിസീവിംഗ് ഇല്ലാതെ നമുക്ക് ഗിവിംഗ് ആസ്പെക്ട് ഇല്ല എന്ന് പറയുന്നതുമാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിലെ പ്രിൻസിപ്പിൾ ആണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഓക്കെ, മനസ്സിലായല്ലോ. ഇത് പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഏതാണ് എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ അക്കൗണ്ടിംഗ് പ്രൊസീജിയർ തന്നെ, അക്കൗണ്ടിംഗ് പ്രാക്ടീസ് തന്നെ is based on dual aspect principle. All accounting practices is based on dual aspect principle. Okay. Revenue realization principle. Okay. Revenue realization principle. എന്താ നമുക്ക് revenue realization principle ഇതാണ്. Revenues are recorded in the books of account at the time of its due, not at the time of its receipt. Delayed receipts. ഓക്കെ. റവന്യൂ, നമ്മുടെ വരുമാനം നമ്മുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്, അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത് അത് ഉണ്ടാകുമ്പോഴാണ്, അത് കിട്ടുമ്പോഴല്ല. ഉണ്ടാകലും കിട്ടലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഉണ്ടാവലും കിട്ടലും ഒക്കെ ഒരു ദിവസം നടന്നാൽ ഇതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉണ്ടാവലും കിട്ടലും വ്യത്യസ്തങ്ങളായ ദിവസങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായി എന്ന് ഉറപ്പുള്ള ഉണ്ടാകുമ്പോഴാണ് അത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്, അല്ലാതെ നമുക്ക് ലഭിക്കുമ്പോഴല്ല, ഡ്യൂ ആവുമ്പോഴാണ്. ഓക്കെ, റിസീവ് ചെയ്യുമ്പോഴല്ല. എന്ന് പറഞ്ഞാൽ 2001 നമ്മുടെ ഈ വർഷത്തിൽ കിട്ടേണ്ടിയിരുന്ന സാലറി നമ്മൾ വാങ്ങുന്നത് 2002 വിചാരിച്ചോളൂ. പക്ഷെ അത് എഴുതേണ്ടത് 2001 തന്നെയാണ്. വളരെ സിമ്പിൾ ആണ്. അത് 2001 സാലറിയാണ്, 2001 കയറേണ്ട സാലറിയാണ്, 2001 നമ്മുടെ റിസൾട്ടിനെ എഫക്ട് ചെയ്യേണ്ട ഫിഗർ ആണത്. അത് എവിടെയല്ല എഴുതേണ്ടത്, 2002 ഇവിടെ സാലറി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാം. ഇതാണ് റവന്യൂ റിയലൈസേഷൻ. Revenues are recorded in the books of account not at the time of receipt but at the time of generation. അത് എന്നാണ് ഉണ്ടായത്, എന്നാണ് ജനറേറ്റ് ചെയ്തത്, അന്നാണ് എഴുതുന്നത്. റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, കാരണം ഒരു വർഷത്തെ കണക്കുകൾ നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റിൽ നമ്മൾ ബിസിനസ്സിൽ കണക്കുകൾ ചെയ്യുമ്പോൾ ഓരോ വർഷത്തെ കണക്കുകളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഈ വർഷത്തെ കണക്കുകൾ ശരിയാവുന്നെങ്കിൽ ഈ വർഷത്തെ റവന്യൂ ഈ വർഷത്തിൽ തന്നെ കയറണ്ടേ, അടുത്ത വർഷത്തെ കൊണ്ട് എഴുതിയാൽ പോരല്ലോ. ചിലപ്പോൾ അത് കിട്ടുന്ന അടുത്ത വർഷമായിരിക്കും. നിങ്ങൾക്ക് പൈസക്ക് ആവശ്യം നിങ്ങൾക്ക് 2 വർഷമായിട്ട് വാങ്ങാം. ഓക്കെ, പക്ഷെ റവന്യൂ ആണ്, നമുക്ക് കിട്ടാനുള്ള സാധനം നമുക്ക് ഡിലേ ചെയ്ത് വെക്കാം. പക്ഷെ അത് ഉൾപ്പെടുത്തേണ്ടത് നിങ്ങൾ എന്ന് വേണമെങ്കിൽ വാങ്ങിക്കോ, നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് കറന്റ് ഇയറിലാണ്, ഈ വർഷത്തിലാണ്. അതാണ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ടിൽ എഴുതും. കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടാനുള്ളത് കിട്ടുമ്പോൾ എഴുതിയാൽ പോരെ എന്ന് നമുക്ക് തോന്നും. കിട്ടുമ്പോൾ എഴുതിയാൽ പോരാ, എപ്പോൾ എഴുതണം, ഈ വർഷം തന്നെ എഴുതണം. കാരണം ഈ വർഷത്തെ അധ്വാനം കൊണ്ട്, ഈ വർഷത്തെ എക്സ്പെൻസ് ഉപയോഗിച്ചിട്ടാണ് ആ റവന്യൂ ഉണ്ടായിട്ടുള്ളത്. അത് ഈ വർഷം തന്നെ എഴുതണം. ഓക്കെ, അടുത്ത പ്രിൻസിപ്പിൾ ഇവിടുത്തെ കീവേഡ് നിങ്ങൾ എഴുതി വെക്കുക. എന്താ കീവേഡ്? റവന്യൂസ് ആർ റെക്കോർഡഡ് ഇൻ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ജനറേഷൻ, നോട്ട് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് റെസീറ്റ്. റെസീറ്റിന്റെ സമയത്തല്ല, ജനറേഷന്റെ സമയത്താണ് എഴുതേണ്ടത്, ഡ്യൂ ആവുന്ന സമയത്താണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ചിങ് പ്രിൻസിപ്പിൾസ് എന്താന്ന് വെച്ചാൽ ഈ വർഷത്തെ കണക്കുകളിൽ നമ്മൾ എഴുതുന്ന ചിലവ്
expenses recorded in the books of account in a particular year should be matched with the revenue generated. Should be matched with the revenue generated. Okay. ഈ വർഷം വരുമാനം ഉണ്ടാക്കാൻ വന്ന ചിലവുകൾ മാത്രമേ ഈ വർഷത്തെ കണക്കിലെഴുതാവുള്ളൂ. ഓക്കെ. അതായത് ഈ വർഷം നമ്മൾ 500 രൂപ ചെലവാക്കി. ഇതുകൊണ്ട് നമുക്ക് ഈ വർഷം 300 രൂപ ഉണ്ടായി, അടുത്ത വർഷം ഒരു 300 രൂപ വരുമാനം ഉണ്ടായി, അടുത്ത വർഷം ഇങ്ങനെയാണ് നമ്മുടെ ഇതെന്ന് വിചാരിക്കും. ഈ വർഷം നമ്മൾ 500 രൂപ ചെലവാക്കിയപ്പോൾ ഈ വർഷം നമുക്കൊരു 300 രൂപ റവന്യൂ ഉണ്ടായി. ഇതുകൊണ്ടുള്ള ഗുണം അടുത്ത വർഷം നമുക്കൊരു 300 രൂപയ്ക്ക് ഉണ്ടായി വിചാരിക്കും. ഓക്കെ. ഈ 500 എഴുതേണ്ടത് ഈ വർഷത്തിൽ 250, അടുത്ത വർഷത്തിൽ 250 വയ്ക്കണം. അതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. കാരണം ഈ 500 ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല. ഈ 300 വേണ്ടിയല്ല ഈ 500, ഈ 300ഉം ഈ 300ഉം വേണ്ടിയാണ് ഈ 500. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതില് 250 ഈ വർഷവും 250 അടുത്ത വർഷം എഴുതിയാൽ മതി, മാച്ച് ആയല്ലോ. ഈ 250 ഈ 300 വേണ്ടി, ഈ 250 ഈ 300 വേണ്ടി. അതായത് ഈ വർഷം നമ്മൾ ഉണ്ടാക്കുന്ന റവന്യൂ, ഈ വർഷത്തെ ഗുണത്തിന് വേണ്ടി ചെലവാക്കുന്ന പൈസ മാത്രമേ ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് എഴുതാവുള്ളൂ. നമ്മളിപ്പോ 5 വർഷത്തേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെലവ് അങ്ങ് നടത്തി, ആ ചെലവെല്ലാം ഈ വർഷത്തിൽ എഴുതിയാൽ ഈ വർഷം നഷ്ടവും അടുത്ത എല്ലാ വർഷവും ലാഭമായിരിക്കും. എല്ലാം തെറ്റല്ലേ? ഈ വർഷത്തെ കണക്കും തെറ്റാണ്, അടുത്ത വർഷത്തെ കണക്കും തെറ്റാണ്. അങ്ങനെയല്ല എഴുതേണ്ടത്. എക്സ്പെൻസ് എന്തുമായിട്ട് മാച്ച് ചെയ്യണം? എക്സ്പെൻസ് റവന്യൂമായി മാച്ച് ചെയ്യണം. ഈ വർഷത്തെ റവന്യൂ ഉണ്ടാക്കാനുള്ള എക്സ്പെൻസിനെ ഈ വർഷം എഴുതുക, അടുത്ത വർഷത്തെ റവന്യൂ ഉണ്ടാക്കാനുള്ള എക്സ്പെൻസിനെ ഈ വർഷം അടുത്ത വർഷം എഴുതുക. ഓക്കെ. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒരു 10,000 രൂപ ചെലവാക്കി, അടുത്ത വർഷമാണ് അതിന്റെ ഗുണം വരുന്നത്. അടുത്ത വർഷത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വർഷം ചെലവാക്കിയതെങ്കിൽ നിങ്ങൾ ഈ വർഷം തന്നെ ചെലവാക്കിക്കോ, പക്ഷെ എഴുതേണ്ടത് അടുത്ത വർഷത്തെ കണക്കിലാണ്. ഓക്കെ. ദാറ്റ് ഈസ് മാച്ചിങ് പ്രിൻസിപ്പിൾ. Expenses should be matched with the revenue generated. Expenses should be matched with the revenue generated. Expenses should be matched with the revenue generated. That is revenue realization principle. Revenue realization principle. അടുത്തത് full disclosure principle. Full disclosure principle. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പെട്ടെന്ന് പറയാം, വളരെ എളുപ്പമുള്ള പ്രിൻസിപ്പിളാണ്. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അക്കൗണ്ടന്റ് ആളുകൾക്ക് നൽകുന്ന ഈ വിവരങ്ങൾ ആ സ്ഥാപനത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പുറത്തു കാണിക്കുന്ന ഒന്നായിരിക്കണം. ഫുൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അതിൽ എന്തെങ്കിലും മറച്ചു വെക്കാനോ കള്ളത്തരങ്ങൾ കാണിക്കാനോ അതുപോലെ എന്താ പറയുക ഫ്രോഡ് ഉണ്ടാക്കാനോ മിസ്റെപ്രസെന്റേഷൻ നടത്താനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പാടില്ല. ഇത് നോക്കിയിട്ടാണ് എല്ലാവരും ഈ സ്ഥാപനത്തെ വിലയിരുത്താൻ പോകുന്നത്. ഓക്കെ. അതുകൊണ്ട് ഈ പറയുന്ന അക്കൗണ്ടിംഗ് റെക്കോർഡ് ഷുഡ് ബി ഫുള്ളി ഡിസ്ക്ലോസ് ദി കറക്റ്റ് ആൻഡ് ലീഗൽ ഫാക്ട്സ് റിലേറ്റഡ് ടു ദി ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കറക്റ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒന്നായിരിക്കണം ഈ അക്കൗണ്ട് എന്ന് പറയുന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പേര് തന്നെ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കും. ഓക്കെ. അക്കൗണ്ടന്റിന് ഓണറോട് മാത്രമല്ല സമൂഹത്തോടു കൂടി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഓണർ നിർദ്ദേശിച്ചാൽ പോലും, ഓണറിനോടും മാനേജ്മെന്റിനോടും അല്ലാതെ സമൂഹത്തിനോട് കൂടി അക്കൗണ്ടബിലിറ്റി ഉള്ള ആളാണ് ഒരു അക്കൗണ്ടന്റ്. സമൂഹം തന്നെ മനസ്സിലാക്കുന്നത് ഈ അക്കൗണ്ടന്റിന് എഴുതി വെച്ച രേഖയിൽ നോക്കിയിട്ടാണ്. ഓക്കെ. നല്ല കടമുള്ള ഒരു സ്ഥാപനത്തിനെ നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു സ്ഥാപനം എഴുതി വെക്കരുത്. ഇത് നോക്കിയിട്ട് ബാങ്ക് ലോൺ തരും, ആളുകൾ ഇതുമായിട്ട് ഡീൽ ചെയ്യും. ഓക്കെ. അവർക്ക് നഷ്ടം പറ്റും. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഓക്കെ. എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും എല്ലാം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന ഒന്നായിരിക്കണം ഈ പറയുന്ന ഓർഗനൈസേഷന്റെ അക്കൗണ്ട്സ്. ഓക്കെ. അടുത്തത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ കീവേഡ് എഴുതിക്കൂടാ. നമ്മൾ ഫോളോ അക്കൗണ്ടിങ്ങിലെ ഓരോ മെത്തേഡ്സ്, കുറെ മെത്തേഡ്. ഒരു കാര്യം ചെയ്യാൻ 2, 3, 4 അക്കൗണ്ടിങ് മെത്തേഡ്സ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങോട്ട് വരിക എന്നാണ് അർത്ഥം. നാളെയും ഞാൻ ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങോട്ട് വരിക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. ഞാൻ നാളെ ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി മാറ്റി ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾ പോവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ
പ്രൊസീജിയേഴ്സ് അത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഓക്കെ, അടുത്ത പ്രിൻസിപ്പിൾ കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം. കൺസർവേറ്റിസം പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുന്നത്. ഈ കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ആണ്. കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ, ഫ്യൂച്ചർ അത്ര ബ്രൈറ്റ് അല്ല എന്ന് വിചാരിച്ച് മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആളുകളാണ് കൺസർവേറ്റീവ് ആയ ആളുകൾ. ഓക്കെ, 1000 രൂപ കിട്ടി 1000 ചെലവാക്കി കളയുന്ന ആളുകൾ കൺസർവേറ്റീവ് ആയ ആളുകളല്ല. ഓക്കെ, കൺസർവേറ്റീവ് ആയ ആളുകൾ വിചാരിക്കുന്നത് ഇന്നിപ്പോ 1000 രൂപ കിട്ടി, നാളെ 1000 രൂപ കിട്ടിക്കോണമെന്നില്ല, അതുകൊണ്ട് നാളെ ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കും വരാൻ പോകുന്നത്, ബുദ്ധിമുട്ടായിരിക്കും വരാൻ പോകുന്നത്, ഈ 1000 മെല്ലെ നമുക്ക് ചെലവാക്കാം, കുറച്ച് സേവ് ചെയ്യാം, ഓക്കെ എന്നൊക്കെ വിചാരിക്കുന്ന ആ മൈൻഡ് സെറ്റ് ആണ് കൺസർവേറ്റിസം. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റ് ഫ്യൂച്ചറിൽ വരാനുള്ള നഷ്ടങ്ങളെ, ബുദ്ധിമുട്ടുകളെ മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആളായിരിക്കണമെന്നും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ലാഭങ്ങളെ ഒന്നും മൈൻഡ് ആക്കണം, വരുമ്പോൾ വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആളായിരിക്കണം എന്നും പറയുന്നതാണ് കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം. ഓക്കെ, അൺഫോർച്ചീൻ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ വരാനുള്ള എക്സ്പെൻസസിനെയും ലോസസിനെയും ഒക്കെ മുൻകൂട്ടി കണ്ട് പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുന്ന ആളായിരിക്കണം അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ കിട്ടുന്ന ലാഭം മുഴുവൻ ഓണർക്ക് കൊടുക്കില്ല, കുറച്ച് റിസർവ് ചെയ്ത് വെക്കും. റിസർവുകൾ ഉണ്ടാക്കുന്നത്, പ്രൊവിഷൻസ് ഉണ്ടാക്കുന്നതൊക്കെ ഈ മെത്തഡ്. റിസർവും പ്രൊവിഷൻ എന്താണെന്ന് നിങ്ങൾ ഇനി പഠിക്കാൻ വരുന്നുള്ളൂ. റിസർവുകൾ എന്താണ്, പ്രൊവിഷൻസ് എന്താണ്, പ്രൊവിഷനൊക്കെ ഈ കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം ആണ്. കൺസർവേറ്റിസം ഇസ് എ മൈൻഡ് സെറ്റ്, ഒരു മൈൻഡ് സെറ്റ് ആണ് കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം. കാരണന്മാരൊക്കെ അങ്ങനെയാണ്, കൺസർവേറ്റീവ് ആയവരാണ്. ഓക്കെ, 10,000 കിട്ടിയാൽ 1000 രൂപയ്ക്ക് ചിലവാക്കി 9,000 രൂപ എടുത്തു വെക്കും, കുറച്ച് സ്ഥലം വാങ്ങിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്. ഫ്യൂച്ചറിൽ നമുക്ക് കുറെ ആവശ്യങ്ങൾ വരാണ്ട്, ബുദ്ധിമുട്ടുള്ള ഫ്യൂച്ചറിൽ വരാനുള്ള ലോസുകളെ നമ്മൾ മുൻകൂട്ടി കാണുന്നു. അതാണ് കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം. ഓക്കെ, സോ അടുത്തത് മെറ്റീരിയാലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. മെറ്റീരിയാലിറ്റി ലാസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് മെറ്റീരിയാലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. മെറ്റീരിയാലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളോടുകൂടി തീരാണ് ആ പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാൻ. പ്രിൻസിപ്പിൾസ് മെറ്റീരിയാലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിന് എന്താണ്, ഈ ആളുകൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. നെഗ്ലിജിബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ലാത്ത സാധനങ്ങളെ കുത്തി നിറച്ച് അക്കൗണ്ടിങ്ങിനെ ഒരു കോംപ്ലിക്കേറ്റഡ് മാനറിലേക്ക് വരുത്തിക്കരുത് എന്ന് പറയുന്ന കാര്യമാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അണ്ടർസ്റ്റാൻഡബിലിറ്റി വേണം, കമ്പാരബിലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം അക്കൗണ്ടിന്റെ പ്രാക്ടീസ്, അക്കൗണ്ടിങ്ങിന്റെ റിസൾട്ടുകൾ, അക്കൗണ്ടിങ്ങിന്റെ ബുക്സ് എന്ന് പറയുന്നതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓരോ ട്രാൻസാക്ഷനും ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഉണ്ടാവണം. നേരത്തെ നമ്മൾ വൗച്ചറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഓരോ ട്രാൻസാക്ഷനെയും സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഉണ്ടാവണം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ, ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യം, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുത്തി നിറച്ച് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാക്കി മാറ്റരുത് എന്ന് പറയുന്നതാണ്. വേണമെങ്കിൽ ഇപ്പൊ ഒഴിവാക്കാവുന്നതിന് ഒഴിവാക്കാം. ഓക്കെ, നമ്മൾ ഫുൾ ഡിസ്ക്ലോഷറിൽ പറഞ്ഞതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കാനും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഒരാളേക്ക് കൺവേ ചെയ്യാനും വേണ്ടി ഇതിനെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് നടത്താമെന്ന് പറയുന്നതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിളിന് ഓരോ ട്രാൻസാക്ഷനും വെരിഫയബിൾ ആയിട്ടുള്ള ഒരു വൗച്ചിങ് സിസ്റ്റം ഫോളോ ചെയ്യണം. ഇത് ഉണ്ട് എന്ന് കാണിക്കാൻ, ഉണ്ട് എന്ന് തെളിയിക്കാൻ, ഫ്യൂച്ചറിൽ തെളിയിക്കാൻ വേണ്ട ഒരു ഡോക്യുമെന്റ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, വീഡിയോ ഒത്തിരി ലോങ് ആണ്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഞാൻ ഒന്നിച്ച് എടുത്ത് തീർത്താണ്. അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. വീഡിയോ നിങ്ങൾ ചില ഏരിയകളിൽ അല്പം വേഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം.
നിങ്ങളെ പോലെയുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം